ഈ കുഞ്ഞു കലാകാരനെ കണ്ടിട്ട് അത്ഭുതപ്പെടാൻ പോവാണോ? നിങ്ങൾ ഉറപ്പായിട്ട് അത്ഭുതപ്പെടും. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ ചുമരുകളിൽ പടങ്ങൾ വരച്ച് വെക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അനിയ പഠിക്കുന്ന സ്കൂളല്ലേ ഇത്? ഓക്കെ, കൊല്ലം കരിക്കോട് ശിവറാം NSS ഇല്ലേ, അവിടുത്തെ സ്കൂൾ തുറപ്പ് അറിയാലോ. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കാൻ പോവാണ്. ഇവനെ ഏൽപ്പിച്ചിരിക്കുവാണ് ഈ ഭിത്തി മുള്ളും ഭംഗിയുള്ളതാക്കി മാറ്റാൻ വേണ്ടി അല്ലേ. ഇവിടെ +1 വിദ്യാർത്ഥിയാണ് ഇവിടുത്തെ കേട്ടോ. പേരെന്തായിരുന്നു? ശബരിനാഥിന്റെ കഴിവ്. ശബരിനാഥ് ആദ്യമായിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത്. അതും ഇല്ലേ ഒരു പ്രത്യേകത ഇല്ലേ, ബുക്കിൽ മാത്രം വരച്ചുകൊണ്ടിരുന്നതാണ്. അവരുടെ ടീച്ചേഴ്സ് അവന്റെ കഴിവ് കണ്ട് കൊടുത്തൊരു വർക്കാണ്. പെയിന്റും ബ്രഷും ആദ്യമായിട്ടാണ് തുടങ്ങിയല്ലേ? സത്യമല്ലേ? അതാണ് ആ സത്യം ആണ് ഇതായി കണ്ടോണ്ടിരിക്കുന്നത്. ടോമും ജെറിയും ഒരുപാട് ചിത്രങ്ങളുടെ കാണാൻ കഴിയും. എന്നാൽ ഇതിന്റെ വിശേഷമാണ് ഇന്നത്തെ ദിവസം കാണിക്കാവുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഫോളോ മറക്കരുത്. കുഞ്ഞു ചെറുക്കനാണ്, കണ്ട ആള് എന്നെക്കാട്ടി വലുതാണെന്ന് തോന്നുന്നു. പക്ഷെ ചെറിയ പയ്യനാണ്. ഏകദേശം 17 വയസ്സ്. എത്ര 17 വയസ്സ് മാത്രമേ കേട്ടോ. ആദ്യമായിട്ട് ബ്രഷ് കൊണ്ട് പെയിന്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. എന്താ ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ പറയുന്നില്ല വേറെ. തുടങ്ങിയാലോ? ഇതാണ് നമ്മുടെ ടോമും ജെറി. സൂപ്പർ ആട്ടോ. ഇത് കോമ്പസ് ഇല്ലടാ. ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ നീ? വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കും. ആ കോമ്പസ് ആണ് കാണുന്നത്. ജെറി നിൽക്കുന്നുണ്ടോ? 6 കിലോട്ട് ചാരി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതെന്താ മൈക്രോ റബ്ബർ ആണോ? സോറി ശരിയാണ്. നമ്മുടെ മേളിൽ കട്ടറിന്റെ ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ അത് ഒരു ചെടി പോലെ ഞാൻ പിടിക്കാം. അത് അധികം വന്നൊരു പെയിന്റ് ചെടി പോലെ ആക്കിയേക്കുക. അതെ, അധികം വന്ന പെയിന്റ് ചെടി ആക്കിയിരിക്കും അല്ലേ? ഓക്കെ, ടോമും ജെറി ഒന്ന് കണ്ടാലോ? ടോം ഉണ്ട്, ജെറി ഉണ്ട്. ഓക്കെ. ഇത് ആനക്കുട്ടി ഇല്ലേ? ആനക്കുട്ടി. ഒരു ആനക്കുട്ടി ഉണ്ട്. മണ്ടേ സൂര്യനുണ്ട്. ഇവിടെ ഒരു കുട്ടി പഠിച്ചോണ്ടിരിക്കുവാണല്ലേ? അത് നോക്കുന്ന ഒരു ജിറാഫ് ഉണ്ട് ഇവിടെ. ജിറാഫിന്റെ പകുതി അപ്പുറത്ത് കിടക്കുമല്ലേ? അതിന്റെ ബാക്ക് കൂടെ ഇതെന്തുവാ? ഒരു വവ്വാല്. ഇതൊക്കെ നിന്റെ സ്വന്തം യുക്തിപ്രകാരം വന്നെയാണോ? അതോടെ ടീച്ചേഴ്സ് ആരെങ്കിലും പറഞ്ഞാണോ? എന്റെ അടുത്ത് പറഞ്ഞ് ഈ മതിൽ എടുത്തിട്ട് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അതെ. ഞാൻ അപ്പോൾ തലേന്ന് വന്ന രീതിയിൽ അങ്ങ് ചെയ്തത്. ഒരു വർഷം കാലം വരെ നിനക്ക് ഇനി കണ്ടോണ്ടിരിക്കല്ലേ? +2 കാലഘട്ടം കഴിയുന്നവരെ കാണാൻ പറ്റൂലേ? അതെ. ഓക്കെ, അടിപൊളി കേട്ടോ. ഇതെന്താ? ഒരു തള്ളക്കിളിയും അതിന്റെ കുഞ്ഞുങ്ങളും. അതും കൊള്ളാം കേട്ടോ. കണ്ടോ? ഓക്കെ, ജിറാഫ് കൊള്ളാം. പിന്നെ താഴെ മൊത്തം ചതുപ്പല്ലേ? പുല്ല് എന്തുവാ? ചെടികളോ? ചെടി. ഇവിടെ ഒരു പെൻസില്, ഒരു ബുക്ക്, പിന്നെ ഒരു പെൻസിലിനെ മണ്ട ഒരു യാത്ര ചെയ്യുന്ന 2 പിള്ളേര്. അതിന്റെ മണ്ട ഒരു കുരങ്ങൻ. ഇവിടെ പിള്ളേര് യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെൻസിലാതല്ലേ? അതിന്റെ മൈക്രോബ്രൊക്കെ ഇരിക്കുന്നുണ്ടോ? നല്ല രസമില്ലേ കാണാൻ? പിള്ളേർ രണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. സ്കൂളിലോട്ട് വരുമല്ലേ ബാഗ് നോക്കിയായിട്ട്? അതെ. പിന്നെ ഇപ്പുറത്തെ സ്പൈഡർമാൻ. ന്യൂജനോടാവല്ലേ? സ്പൈഡർമാൻ കൊള്ളാം കേട്ടോ. വേറെ സ്പൈഡർമാൻ. പിന്നെ ഒരു മരം. അതിന്റെ ഒരു ലോലിപോപ്പ് കണ്ടോണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. ഇത് ഏത് കുട്ടിയാണ്? അല്ല, സോറി, ഏത് ടീച്ചറാണ് നിന്റെ ഈ കഴിവ് കണ്ടുപിടിച്ചത്? എന്റെ അനിയൻ ഇവിടെ പഠിക്കുന്നുണ്ട്. ബദ്രി എന്നാണ് പേര്. അവന്റെ ക്ലാസ് ടീച്ചർ ഇതുപോലെ ഞാൻ വരയ്ക്കുന്നുണ്ട് അറിഞ്ഞിട്ട് ഇവിടെ മീറ്റിംഗിൽ എന്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ശബരി വരയ്ക്കുന്നുണ്ട്, അവൻ ഇതുപോലെ ഒരു അവസരം കൊടുത്തു നോക്കാൻ. അപ്പം പ്രിൻസിപ്പാളും ടീച്ചർമാരെല്ലാം കൂടി ചേർന്നിട്ട് അവരെല്ലാം കൂടി ചേർന്നാണ് എനിക്ക് ഈ വർക്ക് തന്നല്ലേ? അന്നേരം ആദ്യമായിട്ട് ബ്രഷും പെയിന്റും ഉപയോഗിച്ച് ചെയ്യുന്നില്ലേ? ഇടയ്ക്ക് ഹോസ്പിറ്റലൊക്കെ ആയി പറയുന്ന കേട്ട്. എനിക്ക് ഇതിന്റെ സ്മെല്ല് പിടിക്കാൻ പറ്റിയില്ല, ആശുപത്രിയിലായിരുന്നു. എന്നിട്ട് നീ എല്ലാത്തിനും മണത്ത് നോക്കുന്നുണ്ടല്ലോ, ഇത് കറക്റ്റ് ആണോ അല്ലേ? ഞാൻ വന്നപ്പോഴേ പെയിന്റ് മിക്സ് ചെയ്യുന്നത്, എന്നിട്ട് ഈ പെയിന്റ് എല്ലാം പൊട്ടിച്ചിട്ട് മണത്ത് നോക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്. അങ്ങോട്ട് നടന്നോണ്ട് സംസാരിക്കാം. പോട്ട്. ഇതുപോലെ ഇതെല്ലാം തരണം ചെയ്ത് ഞാൻ വരച്ച് തീർക്കും. ഇത് ഇവിടെ വീൽ ചെയറിനകത്ത് വരുന്ന ഒരു കുട്ടി, 2 കൂട്ടുകാരല്ലേ? അത് സഹായിക്കുന്നതാണ്. എയറോപ്ലെയിൻ. ഇവിടെ ഒരു സാധനങ്ങളുണ്ട്, ഒരു കൊച്ച്. അത് സ്കൂൾ ബാഗ് ഉണ്ടല്ലേ? ഇവിടെ ഒരു സ്റ്റോർ റൂമാ, അതുകൊണ്ട് അങ്ങോട്ട് വരുന്ന സ്റ്റോർ റൂമാ അല്ലേ? ചോട്ടാ ബീൻ ഒറ്റയ്ക്കേ ഉള്ളു, ബാക്കി കുറെ പേരുണ്ടല്ലേ? അത് ഞാൻ വരയ്ക്കണം വിചാരിച്ച സ്ഥലം തേങ്ങില്ല, അതിന്റെ കൂടെ ഈ ഒരു വർക്കിലോട്ടായി പോയി. ഓക്കെ. ഒരു കാടാണല്ലേ? കാടിനകത്ത് മൂങ്ങയുണ്ട്, ഒരു വേറൊരു പക്ഷിയുണ്ട്, തൊട്ട് താഴെയായിട്ട് കാട്ടിന്റെ ഇടയ്ക്കൂടെ പോകുന്ന കടുവ എന്ന പുലിയാണോ? കടുവ. മരങ്ങളൊക്കെ കൊള്ളാടാ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തോ നിരീക്ഷകരൊക്കെ ഉണ്ടല്ലേ? ഇവിടെ ലഡുവാണോ? ഇത് നിധിയാണല്ലേ? ഗോൾഡ് ആണല്ലേ? ഇത് ഗോൾഡ്. ഇവിടെ എന്തൊക്കെയുണ്ട്? നീരാളി, സ്റ്റാർഫിഷ്, ആമയുണ്ട്, ജെല്ലി ഫിഷ്, അങ്ങനെ പല മീനുകളുണ്ട്. എല്ലാ മീനുകളുണ്ടല്ലേ? ഞണ്ട് ഉൾപ്പെടെ ഉണ്ട്. ഷാർക്കാണ് നീ പോകുന്നത്? ഷാർക്ക്. ഇത് 7C അല്ലേ? ഇത് 7C ക്ലാസ്. ഓക്കെ. ഇവിടെ ഒരു പാമ്പാണത്. പാമ്പ്, ഞണ്ട്, മീൻ എല്ലാം ഉണ്ട്.
ഇല്ല വ്യക്തികൾ അവൻ വരയ്ക്കാൻ വേണ്ടി പോവാ. പക്ഷെ മഴ കാരണം പറ്റുന്നില്ലല്ലേ? ഇങ്ങനെ നിൽക്കുവാണ്. കേരള കാലവർഷം ഇങ്ങനെ നിൽക്കുവാണ്. ഇനി ഒരാഴ്ച പോലും ഇല്ല സ്കൂൾ തുറക്കാൻ. അല്ലേ? 2-3 ദിവസം കൂടെ ഉള്ളു. അന്നേരം നിന്റെ ബുക്ക് ഒന്ന് കണ്ടാലോ? അതാണ് തുടക്കം ഇതിന്റെ. കണ്ടാലോ? അങ്ങോട്ട് പോവാം. അളിയ പെട്ടെന്ന് വേണ്ട ബുക്ക് പറ. അവന്റെ ബുക്ക് പറഞ്ഞ് കാണിക്കേ. അപ്പൊ താണ്ടെ ഇതാണ് കേട്ടോ നമ്മുടെ പയ്യന്റെ 2 ബുക്ക്. ഇതിനകത്താണ് ഇവന്റെ സകല പരിപാടി നടത്തുന്നത്. അടിപൊളിയായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടുതൽ ഇവ സിനിമാ നടന്മാരുടെ ഒക്കെ പടമാണ് വെച്ചിരിക്കുന്നത്. എക്സ്ട്രാക്ട് എന്താണോ അത് തന്നെയാണ് വരച്ചത്. ഞാനിത് കണ്ട് അതിശയിച്ച് ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു എന്റെ ഒരു പടം വരച്ചു തരണേന്ന്. എന്നെ തന്നെ കറക്റ്റ് ആയിട്ട് വരച്ചു തരും. കാരണം ഇതിനകത്ത് അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് കാണാം. ഓക്കെ, ഇതാ ഇത് എല്ലാവർക്കും അറിയാം, ഡ്രോയിങ് ബുക്കാണ്. ദേ ആദ്യം തന്നെ കണ്ടോ എന്ത് അടിപൊളിയായിട്ടാ. ധാരാടാ നെയ്മർ ജൂനിയർ ആണല്ലേ? കൊറേ ഉണ്ട്, കൊറേ കാര്യങ്ങളുണ്ട്. ധാരാന്നെല്ലാം പറയാം, എക്സ്പ്ലെയിൻ ചെയ്യും. സൂര്യ. ഓക്കെ, ഇത് പ്രദീപ് രംഗനാഥ്. ഇത് അടിപൊളി. അയ്യോ നോക്കിയേ, നിങ്ങൾ തന്നെ കണ്ടില്ലേ? പക്ഷെ എന്നെ ഇതിനകത്ത് അതിശയിപ്പിച്ച വേറൊരു ഫോട്ടോ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബാ, ഇതാരാ? ഐശ്വര്യ റായ്. ഓക്കെ, ഇത് രൺബീർ കപൂർ. ഇതൊക്കെ ആശാന്റെ വരപ്പാണ് കേട്ടോ. ഇത് വിക്രം. ഇത് ഇളയരാജ. ഓക്കെ, ഇത് മഞ്ജു വാര്യർ. ഇത് ഒരു കണ്ണു പോലെ വരച്ചിരിക്കുന്ന. പക്ഷെ എന്നെ ഞെട്ടിച്ച് ഇത് ഇവന്റെ മുത്തശ്ശനും മുത്തശ്ശന്റെ അച്ഛനുമാണ് കേട്ടോ. അമ്പോ നോക്ക്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടത്തിൽ ഒന്നാണിത്. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞത് തമിഴ്നാട്ടിലോട്ട് വിട്ടോ. ഇത് തന്നെ സംഭവം ഒരു രക്ഷയില്ലാതെ വരച്ചു വെച്ചിരിക്കുക. ഇത് ജനനായകനകത്തുള്ള വിജയുടെ കൊള്ളാം. അടിപൊളി എന്ന് പറഞ്ഞാ 3 ദിവസം എടുത്തിരുന്നു വരച്ചാൽ 3 ദിവസം. അവൻ ചിത്രരചന പഠിച്ചിട്ടില്ല. അവന്റെ സ്വന്തമായിട്ടുള്ള കഴിവാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നെയ്മർ. സോറി. ഇത് ഇതുപോലെ തന്നെ ഒരു കണ്ണുകൾ ക്രയോൺ വെച്ച്. ഇത് കറുപ്പിനകത്തെ ഇപ്പോഴത്തെ സൂര്യയുടെ ഒരു ഇത് ഇവന്റെ ഒരു കൂട്ടുകാരനല്ലേ, ഒരു ഫ്രണ്ടാ. അപ്പൊ ഇതിൽ ഇത്രേ ഉള്ളു. പക്ഷെ ഇതിലും അതുപോലെ തന്നെ നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. എവിടെയാടാ അത്? മെസ്സിയെ വരച്ചിരിക്കാൻ. സത്യം പറഞ്ഞ നിങ്ങൾ തന്നെ പറ, അവന്റെ പ്രായം വെച്ചിട്ട് അവൻ ഇത്രയും ചെയ്യുന്നില്ലേ അല്ലേ? എന്ത് അടിപൊളിയായിട്ട് വരച്ചേക്കുന്നത്. പഠിച്ചിട്ടില്ല, സ്വന്തം മനസ്സിൽ വരുന്ന ആ ഒരു കഴിവാണ് അവൻ അവിടെ വരച്ചു വെക്കുന്നത്. അതെ, നല്ലതായിട്ട് പോയനെ. ഇനി അവന് അവസരം ഉണ്ട്, കാരണം അവനിപ്പോ +2 ആയിട്ടേ ഉള്ളൂ അല്ലേ? അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട്. ഇതെല്ലാം കൈകൊണ്ട് വരയ്ക്കുന്നതാ, അല്ലാതെ മറ്റ് എക്യുപ്മെന്റ്സ് ഒന്നും വെച്ചിട്ട് ചെയ്യുന്നതല്ല. എല്ലാം അവൻ കൈകൊണ്ട് വരച്ച് അല്ലേ? ഓ കൊള്ളാം. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ ഇവനിൽ അതിശയായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമില്ല, അവനവൻ പഠിക്കുന്ന സ്കൂളിൽ സ്റ്റാർ ആവുക എന്നുള്ളത്. അത് പുള്ളിക്കാരന് നൈസായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം അവന്റെ സാറുമാര് വിളിച്ചിട്ട് അവനെ കൊണ്ട് ഫുള്ള് കോൺട്രാക്ട് കൊടുത്തേക്കും അല്ലേ? ഫുള്ള് എന്താ പറയാ പടം വരയ്ക്കാനായിട്ടുള്ള ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആശാനാണ് ഇവിടുത്തെ ഫുള്ള് പടങ്ങളും എല്ലാം വരയ്ക്കുന്നത് അല്ലേ? ഇപ്പൊ ഏത് സെക്ഷനാ? കൊച്ചു പിള്ളേരുടെയോ? യു പി പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പടങ്ങളാണ് ഫുള്ള്. ഞാൻ വന്നപ്പോ അവിടെ ടോമും ജെറി ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിശയമായിരുന്നു, കാരണം നമ്മളത് കാണുന്ന പോലെ തന്നെ എക്സ്ട്രാക്ട് അങ്ങനെ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ സ്കൂൾ ടീച്ചേഴ്സ് ആയാലും ഇങ്ങനെ തന്നെ വേണം കേട്ടോ. അവന്റെ കഴിവ് മനസ്സിലാക്കി അവന് വേണ്ടി വർക്ക് ചെയ്യുക, അവന് വേണ്ടി പെയിന്റ് പഠിച്ചെടുക്കുന്നു, ചുമര് കൊടുക്കുന്നു. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാട്ടോ. ഞാൻ എങ്ങനെ ആയിരുന്നു അന്ന് ഒന്നും കൂടെ ലെവൽ പൊങ്ങിയേനെ. കാരണം അഭിമാനിച്ചൂടെ ഇല്ലേ? കൂട്ടുകാരുടെ മുമ്പിൽ എന്നും ഈ വഴി പോകുമ്പോ ഞാൻ വരച്ച പടമാണ്, ഞാൻ വരച്ച ടീച്ചറാണ്, ടീച്ചർ പറയും മറ്റേ എന്റെ പയ്യൻ വരച്ചാണേ. ചിലപ്പോൾ 2, 3, 4 വർഷം വരുന്ന ഇവിടെ കാണും കേട്ടോ. അത്രയും മനോഹരമാണ്. എന്നിട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ കേട്ടോ. ഞാൻ 5 മുതൽ +2 വരെ പഠിച്ച സ്കൂളാണ്. ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ടേ. ആ സ്കൂളാണ് നിൽക്കുന്ന ശിവറാം NSS HSS ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. ഇത് കൊല്ലം കരിക്കോട് സാരി ജംഗ്ഷനിലാണ് ഈ സ്കൂളുള്ളത്. എന്റെ അച്ഛനും ഇവന്റെ അച്ഛനും എല്ലാവരും പഠിച്ച സ്കൂളാണ്. അത്രയും പഴക്കമുള്ളൊരു സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ കറങ്ങി നമ്മൾ ഇവിടുത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോയല്ലേ? അതെ, ഒരു അടിപൊളിയായിട്ടാ. അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറാണ്. പിന്നെ ഈ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ആരൊക്കെ ഉണ്ടോ? വീട്ടില് അമ്മ, അനിയൻ, അപ്പൂപ്പൻ.
അപ്പൂപ്പൻ. അനിയൻ എന്താ പഠിക്കുന്നു ഇപ്പം? അനിയൻ 8ാം ക്ലാസ്സിൽ, ആ ഞാൻ +2. പ്ലസ് ടു ആയല്ലേ? ഇനി പ്ലസ് ടു ആണോ? റിസൾട്ട് വന്നില്ലല്ലേ? ഇല്ല. ഒന്ന് ചോദിക്കായിരുന്നു, പക്ഷെ റിസൾട്ട് വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അന്നേരം ഇവന്റെ ഈ കഴിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അന്നേരം നല്ല നല്ല കമന്റുകൾ സപ്പോർട്ട് കൊടുക്കുക. ഇനി നിന്റെ നമ്പർ വെച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല. അത് വിളിക്കട്ടെ, വരപ്പിക്കട്ടെ ആൾക്കാര്, എന്നാലേ ആ തെളിഞ്ഞു വരുത്തോളൂ ഇല്ലേ? അതെ. ആദ്യത്തെ പെയിന്റിംഗ് ആണ്, പെയിന്റ് മേടിച്ച് ആദ്യമായിട്ട് പെയിന്റ് ചെയ്ത പെയിന്റിംഗ് ആണ്. അന്നേരം അത് അടിപൊളിയാണ്.